അതായത് ഈ പണ്ടോറയിലെ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ലോകമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള രത്നങ്ങളെന്ന് പറയാം, ലോകം തന്നെ എന്ന് പറയാം. ഒരു കിലോയ്ക്ക് ഇന്ത്യൻ മണിയിൽ ഒരു 1400 1500 കോടി വരും ഒരു കിലോയ്ക്ക്. അപ്പൊ അത് പല നമ്മൾ ഇതുവരെ സയൻസ് കണ്ടുപിടിച്ച കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല ലോഹങ്ങളായിട്ട് നമ്മളിപ്പോ ഉപയോഗിക്കുന്നതിനെ മൾട്ടി ലെവലാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആ ലോഹം കൊണ്ട് പിന്നെ പറയുന്നത്. അതായത് നമ്മൾ എക്സാമ്പിൾ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനാണെങ്കിൽ ഒരു ചാർജർ ഡെയിലി മൊബൈൽ ചാർജ് ചെയ്യണതിന് വരും ആ ലോഹം എടുത്ത് എക്സാമ്പിൾ പറയണം, അതിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊബൈൽ ഒരു 50 വർഷത്തിൽ ഒരു ദിവസം ചാർജ് ചെയ്താൽ മതിയാവും. ഞാൻ അതിന്റെ എക്സാമ്പിൾ 50. നിങ്ങളെ ഒരു കാറ് നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ ആ കാറിൽ ബാറ്ററി നിങ്ങളിപ്പോൾ എത്ര 500 കിലോമീറ്റർ ഓടി ചാർജ് ചെയ്യുമ്പോൾ അവിടത്തെ അതിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ലോഹം എടുത്ത് വെച്ചിട്ട് കാച്ച് ഒരു കാറിന്റെ ബാറ്ററി മേക്കപ്പ് ചെയ്താൽ അത് ചിലപ്പോൾ 50 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് റീചാർജ് ചെയ്താൽ മതിയാവും. അപ്പൊ മെയിൻ്റെനൻസ് ഇല്ല, അപ്പൊ അതിന് വിലയും കൂടും. എക്സാമ്പിൾ പറഞ്ഞാണ് അത്. അപ്പോൾ ഈ ഒരു വാല്യൂ ഓഫ് മണിയുള്ള സ്ഥലത്ത് പോയിട്ട് അന്യഗ്രഹത്തിൽ പോയിട്ട് അത് ഡ്രില്ല് ചെയ്ത് എടുത്തു കൊണ്ടുവരാൻ ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികൾ, അത് മനസ്സിലാക്കണം. കോർപ്പറേറ്റ് കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെയാണ്, സൈന്യമായിട്ടും സയന്റിസ്റ്റുകളായിട്ടും എല്ലാം ഇവരവിടെ പോയിട്ട് ഒരു ഫോം ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ദൈവികതയോടെ മീൻസ് അവര് പ്രകൃതിയായിട്ടാണെങ്കിൽ ജീവിക്കുന്നവരാണ്, അവര് ദൈവികതയെല്ലാം പ്രകൃതിയാണ്. അവര് അതിനെ എതിർക്കുന്നത് കൊണ്ട് അവരെ അവിടെ നിന്ന് വൈറ്റ് വാഷ് ചെയ്ത് വാർണിഷ് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ സാധനം എടുക്കാൻ പോകണം. അപ്പൊ അവരിൽ ഒരാളായിട്ട് ഇവരിലുള്ള ആളിനെ, നമ്മളിലുള്ള ആളിനെ സൃഷ്ടിച്ചെടുത്തിട്ട് അങ്ങോട്ട് വിടുകയാണ്. അതിൽ ഇത് മരിച്ചു പോണവരിൽ ചിലര് ആത്മാവിനെ എടുത്തിട്ട് റീബർത്ത് ചെയ്യണം. അതായത് നമ്മുടെ ബോഡിയുടെ സെല്ല് എടുത്തിട്ട് അതിനെ എടുത്തിട്ട് അതിനകത്ത് അയാളുടെ ക്യാരക്ടർ ആത്മാവിന്റെ റീബർത്തും കൊടുത്തിട്ട് വില്ലനെയും വിടെയാണ്. ഇത്തരം ഒരു കളിയാണ്. അതാണ് എല്ലാ അവതാറാണ്, എല്ലാം റീസൈക്ലിംഗ് ആണ്. അവിടെ സയൻസ് ഉണ്ട്, ഫുള്ള് സയൻസിൽ കളിക്കുകയാണ് ഇപ്പോൾ. ഇതൊരു സാങ്കല്പത്തിൽ കളിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സയന്റിഫിക്കലി ഉണ്ട്. ഇങ്ങനെ റിപ്പീറ്റ് അങ്ങനെ എടുത്തെടുത്തു പോകും. അതായത് അത് നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ. ആ നിലയ്ക്ക് അത്രയ്ക്കും അതിന് വാല്യൂ ഉള്ളതാണത്, നമുക്ക് അത്ര യൂസേജ് ആണ്. അത് കോർപ്പറേറ്റ് കമ്പനികൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യണം. അപ്പൊ അവരും ഇവരും നമ്മൾ മനുഷ്യരിലെ ചേഞ്ചായി പോയിരിക്കുന്നവരും തമ്മിലുള്ള വാറാണ്. ആ വാറ് തീരൂ. ഇനി മനുഷ്യനെ ജയിക്കോടെ അത് വേറെ കാര്യം. സിനിമയിലെ ആള് ജയിച്ചാലും മനുഷ്യനെ ജയിക്കും. മനുഷ്യനത്ര കുശാഗ്ര ബുദ്ധിയാണ്, എക്യുപ്മെന്റ്സ് ലെവലില്. അപ്പൊ അങ്ങനെയുള്ളൊരു ചിത്രം, അങ്ങനെയാണ് ഇതിന്റെ കഥാ ലൈനപ്പ് പോണത്. കഥാ ലൈനപ്പ് പോണെന്ന് പറഞ്ഞാൽ അതാണ് ഫിലിം.